എൻ്റെ പേര് വേരുകുട്ടി നാരുന്നു. ഇവിടെ വന്നപ്പോൾ സൂസമ്മ ആക്കിയതാണ്. അത് കഴിഞ്ഞ് എന്നെ 16-ാമത്തെ വയസ്സിലാണ് ഇവിടെ കെട്ടിച്ചത്. പിന്നെ ഈ 4 മക്കൾ, 3 പെണ്ണും ഒരാണ്. പിള്ളേരെ 3 പേരെ അധികമൊന്നും പഠിപ്പിച്ചില്ല. മോന് പഠിക്കാൻ വലിയ പഠിത്തമൊന്നും പഠിച്ചിട്ടില്ല. അവരുടെ പ്രായത്തിലൊക്കെ അവരിങ്ങനെ ജീവിച്ച് അവരെ 3 പേരെ ഓരോരുത്തരുടെ 2 പേരെ കെട്ടിച്ചു കഴിഞ്ഞാണ് കുട്ടി മരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാണ് അവളെ പറഞ്ഞിട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവൻ ജോലിക്ക് വന്ന് കുട്ടി മരിച്ച്. പിന്നെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര കുറേ നാളത്തേക്ക് പിന്നെ സഹിക്കാൻ വരാത്ത അതെല്ലാം തമ്പരാൻ ഇപ്പം മാറ്റി ഇങ്ങനെയൊക്കെ പോകുന്നു. മോൻ്റെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ പോകുന്നു. അമ്മച്ചി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അച്ചായൻ മരിച്ചിട്ടും 9 വർഷം. അമ്മച്ചി എന്ന് പറഞ്ഞാൽ നെടുമുടിയിലുണ്ടായിരുന്നു. ഓ, അത്രയും പ്രായമുണ്ട്. അമ്മച്ചി കഴിഞ്ഞ സെപ്റ്റംബർ 15. ഞാൻ കണ്ടിട്ടുണ്ട് 20-40 വർഷം മുമ്പ്. അപ്പൊ അമ്മച്ചി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആണ്ട് കഴിഞ്ഞു. അച്ചായൻ അത് മുമ്പ് 6 വർഷത്തിന് മുമ്പ്. ഇവിടെ അമ്മച്ചി അപ്പച്ചനും ഉണ്ടായിരുന്നു എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു. ഒരാള് ദേവകുട്ടി മരിച്ചു, മകൻ മരിച്ചു കഴിഞ്ഞ് ഒരു 9 വർഷത്തോളം ജീവിച്ചു കഴിഞ്ഞാൽ അപ്പച്ചൻ മരിച്ചു. അത് കഴിഞ്ഞൊരു 4-5 വർഷം കഴിഞ്ഞ് അമ്മച്ചി മരിച്ചു. പിന്നെ ഞങ്ങൾ 2001 ഈ ദേവകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് ഭയങ്കര വിഷമം. ഇവനങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇളയ അവളെ മോളെ ജോസഫ്, ആ ജോസിനെ മോള് അവരും കൂടെ കൊച്ചായിട്ട് ഇവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് 2002 ജോസഫിൻ്റെ കല്യാണം കഴിഞ്ഞൊരു 6 മാസം കൂടെ അവരെ നിർത്തിയിട്ട് ഞങ്ങളുടെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാണ് അവരങ്ങോട്ട് പോയത്. പിന്നെ ഇവരുമായിട്ടാണ് ഇന്നത്തെ ജീവിതം. അക്കരെ മുഴുവൻ ജീവിച്ചു. അപ്പോൾ അക്കരയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 9 വർഷമായി. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകും. അമ്മാമ്മ നെടുമുടിയിലാണല്ലോ ജനിച്ചു വളർന്നത്. അതെ. അവിടുന്ന് ഈ ആലപ്പുഴ ഈ ടൗണിലോട്ട് കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയിരുന്നു? ജീവിതത്തിലൊക്കെ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര, ഞാൻ അവിടെ ജീവിച്ച രീതിയല്ല ഇവിടുത്തെ ജീവിതം. അങ്ങനെയൊക്കെ ആൾക്കാരിൽ വ്യത്യാസമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുടെ അന്നത്തെ കാല ജീവിതം, കൂട്ടുകുടുംബ കാര്യങ്ങളൊക്കെ അവര് പറയുന്നതിലൊന്നും മറിച്ച് ചെയ്യാനൊക്കത്തില്ല. അമ്മച്ചും പറയുന്നതിലൊന്നും മറിച്ച് ചെയ്യാനൊക്കത്തില്ല. മകൻ അവർ പറയുന്ന കേട്ട് പറ്റത്തുള്ളൂ. എങ്ങും പോകാനും ഒന്നും പറ്റത്തില്ല. ഒരു പെങ്ങളെ ഉള്ളായിരുന്നു. പെങ്ങളെ എൻ്റെ പേരപ്പൻ്റെ മോൻ തന്നെ കെട്ടി. അവർ ചകർത്തിയായിരുന്നു. അവരിപ്പം ഒരു കൂത്രപ്പള്ളി സ്ഥലം മേടിച്ച് അവരവിടെ പോയി. കൂത്രപ്പള്ളി പോയി. പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് പോയായിരുന്നു. അപ്പൊ അവരവിടെ പോയി താമസിച്ചു. പിന്നെ അമ്മച്ചി അപ്പച്ചനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഞങ്ങൾ 9 വർഷമായി. ഞങ്ങൾ വന്നപ്പോഴത്തെ തലേ വർഷം മരിച്ചു കഴിഞ്ഞാണ്, അമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നത്. അപ്പോഴാണ് ഈ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായത്. ലോണൊക്കെ എടുത്തല്ലേ ഈ വീടൊക്കെ വെച്ച്. വേറെ പെങ്ങന്മാരോ ആങ്ങളോ ഒരു അനിയത്തിയുണ്ട്. അനിയത്തിയാ തൊട്ടപ്പുറത്ത് താമസിക്കും. അവളില്ലിപ്പോ, അവള് പരവാസ്കോലിക്ക്. പിന്നെ മറ്റേ കുഞ്ഞുണ്ടല്ലോ അല്ലേ, അനിയൻ കുഞ്ഞച്ചൻ. അതെന്റെ ഇളയവന്, എല്ലാവരും ഇളയവൻ. ജോയ് സാറിനെ അറിയുമോ? ജോയിനെ അറിയുമോ? അവൻ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ജോയ് തോമസ്. ദുബൈയിലിപ്പോ അവനിപ്പോ ഇങ്ങ് പോന്നു. അവൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് അവിടെ വന്നിട്ട് 2-3 വർഷം ജോലി ചെയ്തു. ഇൻഡോറി. അത് കഴിഞ്ഞിട്ട് അവനിങ്ങ് പോന്നു. അവൻ നാട്ടിൽ തന്നെ ജോലിയായിരുന്നു. പരിചയമില്ല. അവൻ അധികം നാൾ താമസിച്ചില്ല അവിടെ. പിള്ളേരൊക്കെ ആയി, അവർക്കും ഒക്കെ ജോലിയായി. അവരിപ്പോ മോഹമ്മയിലാണ് താമസിക്കുന്നത്. ആലപ്പുഴ തന്നെ. ആലപ്പുഴ മോഹമ്മ മകളെ കെട്ടിച്ചതാണ്. മൂത്ത മകളെ കെട്ടിച്ച് അവളുടെ ഭർത്താവ് മരിച്ചു. അപ്പൊ അവളുടെ കൂടെ ഇവര് താമസിക്കുക. മകനുണ്ടായിരുന്നു, അവൻ കെട്ടി. അവനിപ്പം പിന്നെ അവനും എല്ലാം ഇളയ മകളും എല്ലാം ഗൾഫിൽ. അപ്പൊ അവൻ മാത്രം ഇവിടെ മോഹമ്മ ഭാര്യയായി മൂത്ത മകളുമായിട്ട് താമസിക്കുക. ജോസഫിന്റെ ഫാദറിന് എന്തായിരുന്നു ചെറിയ ജോലി അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? എന്താ ജോലി? ഞങ്ങൾക്ക് കൃഷിപ്പണി. പാടമൊക്കെ എപ്പോഴും അവിടെ കിടക്കും. ആ പാടത്തൊക്കെ ജോലിക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ പാടത്ത് പോയി എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കത്തില് എന്തുവാ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസം? എന്തുവാ? പശുവാടിനൊന്നും വളർത്താൻ പറ്റത്തില്ല. ഞങ്ങളുടെ പശുവിനൊക്കെ ഇക്കരെ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ അവിടെ പൊക്കോളായിരുന്നു. ഇപ്പൊ അവിടെ എല്ലാം ലെവലായി. ഈ 2018 വെള്ളം അവിടെയൊക്കെ കയറി.
അന്നൊക്കെ പശു വളർത്തും, ആടും പശുവും കോഴി താറാവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അതിനുള്ള സൗകര്യം സൗകര്യം നമുക്ക് ഇവിടെ ഇതിനൊന്നിനും ഒരു സൗകര്യം. വീട് വെച്ച് ഇത്രയും സ്ഥലവും അത് മതി. ആ പോട്ടെ, നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതായി കഴിയുമ്പോഴേ വേറെ മാറാമല്ലോ. അതെ, ഇനി മാറിയാൽ അതെ, നല്ല സ്ഥലങ്ങള് കുഴപ്പമില്ല. ദൈവം നമ്മളെ ഇവിടം വരെ എത്തിച്ചു. അമ്മാമ്മ ഇൻഡോറിന് വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര നാളെ താമസിച്ചു? 2 പ്രാവശ്യം 10 ദിവസത്തെ അവധിക്ക് വന്നു. 10 ദിവസം അവധിക്ക് വരുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്ത്യയൊക്കെ അറിയാൻ വെച്ചിട്ട് ഭൂമിയുടെ പെരവാസത്തോലിക്ക് വന്നു. അതുക്ക് മുമ്പേ അവര് അവരുടെ സ്ഥലം കാണാൻ ഞങ്ങൾ 2 പേരും കൂടെ വന്നു. ഓ ശരി, അങ്ങനെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹിന്ദിയൊക്കെ മനസ്സിലാവുമല്ലോ. ഇല്ല, അവരെല്ലാവരും എന്നെ 2 പേരും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് പോകുമായിരുന്നു. ഭോപ്പാലിൽ ഒത്തിരി കറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഭോപ്പാലിൽ അറിയാവോ? കുറച്ച് ഇറങ്ങിയിട്ടാണല്ലോ ഇൻഡോറിന് ബസ്സിന് പോകുന്നത്. അതൊന്നും എനിക്കറിയാം, ഓർമ്മയില്ല. അതൊന്നും എനിക്കറിയാറില്ല. അവര് വന്ന് കൊണ്ടുപോകും, നമ്മളെ തിരിച്ചു കൊണ്ടാക്കും. മധ്യപ്രദേശിൽ എവിടെയൊക്കെ കറങ്ങിയെന്ന് അറിയാവോ? ഓർമ്മയുണ്ടോ? എല്ലായിടത്തും കൊണ്ടുപോയി. അവിടെയൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടപ്പുണ്ട്. കച്ചവടമൊക്കെ ആയിട്ട് കിടക്കുന്നു. പേരൊന്നും എനിക്കറിയില്ല, മറന്നുപോയി. അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. ഇപ്പോഴും ആങ്ങളമാര് വന്ന് കൊണ്ടുപോകും. ഇപ്പൊ ഇളയവൻ വന്ന് കൊണ്ടുപോകും. കുഞ്ഞാച്ചൻ ഇന്നലെ എന്നോട് പറഞ്ഞു, ചേച്ചി സ്റ്റാറ്റസ് ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ, അന്നേരം എന്നെ ഇവിടെ കൊണ്ടാക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അവൻ കൊണ്ടുപോകും. കുഞ്ഞുമോനുണ്ട്, കുഞ്ഞുമോൻ വരും, കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോകും. പള്ളിയിലൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോണേ അവൻ വരും, കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അവരൊക്കെ കൂടപ്പറപ്പിന് ഇപ്പോഴും സ്നേഹക്കുറവൊന്നും ഇല്ല. അമ്മ ഞാൻ ഒരു ആക്സിഡന്റിൽ പെട്ടായിരുന്നല്ലോ 25 വർഷം മുമ്പ് പുതുവരി. നിങ്ങളുടെ മകൻ്റെ കൂടെ ജോലി ചെയ്തപ്പോഴാണ് സംഭവിച്ചത്. അന്ന് കേട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അമ്മയുടെ ഓർമ്മയിലെ പ്രയാസം, സങ്കടം എന്തൊക്കെയാ? പ്രയാസം എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ മകൻ പറഞ്ഞ, അമ്മച്ചി ഞങ്ങൾക്ക് വീണ് രക്ഷയുണ്ടോ ഇല്ലയെന്ന് അറിയാൻ മേല, എനിക്കും രക്ഷ കിട്ടുമോയെന്ന് അറിയാൻ മേല എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതൊക്കെ കേട്ട് ഞങ്ങൾ വളരെയേറെ ദുഃഖിച്ച് കുറേ നാളത്തേക്ക് റിക്കവറി ആയി വരുന്നിടം വരെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഞങ്ങൾ അതുപോലെ വിഷമിച്ചു. അവനും അത് കഴിഞ്ഞാണ് അവൻ്റെ ഫാദർ മരിക്കുന്നത്. അത് രക്ഷപ്പെട്ട് കൈ കിട്ടി ഫാദറിനും വലിയ വിഷമമായിരുന്നിരിക്കാം അല്ലേ? അതെ അതെ, ഞങ്ങൾ പോകാത്ത പള്ളി ഇല്ല, എനിക്കറിയാം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു വിചാരമായിരുന്നു. അതെ അതെ. വേറെ ഞങ്ങളെ പറ്റി വേറെ സാഹചര്യങ്ങൾ കേട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും അറിയത്തില്ല, ഓർമ്മയില്ല. എനിക്ക് ഇവൻ പറഞ്ഞുള്ള അത് കഴിഞ്ഞ് നിങ്ങൾ അമേരിക്ക പോയിട്ട് പിന്നുള്ള വിവരങ്ങളൊന്നും അറിയുന്നില്ല, നമുക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. കാരണം ഞങ്ങൾ അറിയാത്തതും അറിഞ്ഞതും, കാരണം ഒരുപാട് കാര്യങ്ങളാണല്ലോ അന്ന് അവിടെ നടന്നത്. എനിക്ക് ബോധമില്ല, എന്താന്ന് പോലും അറിയാൻ മേല. അതെ അതെ, പെങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ എൻ്റെ മകൻ എന്നോട് വന്ന് പറഞ്ഞ വിവരങ്ങളൊക്കെ അറിയാം. താങ്ക് യു അമ്മാമ്മ. അമ്മാമ്മ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ട് നന്നായിട്ട് ജീവിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്ക് അതേ പ്രാർത്ഥനയുണ്ട്. താങ്ക് യു. തമ്പുരാൻ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഇത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ വന്ന ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം അവരെ കൈവിടത്തില്ല എന്നാ എന്റെ വിചാരം. എന്ന് പറഞ്ഞാൽ ഈ മകൻ, എന്റെ മകൻ പോയിരിക്കുന്നു, അവനും ദൈവം കാത്താലേ ജീവിക്കാൻ ഞങ്ങൾ വരുമാനമൊന്നുമില്ല. അമ്മാമ്മ ഓർക്കുന്നുണ്ടോ? ഞാൻ ജോസഫിനെ പറഞ്ഞ് ഇൻഡോറിൽ നിന്ന് ബോംബെ എനിക്കറിയാം, ഇന്റർവ്യൂ കഴിഞ്ഞതും കൊണ്ടുപോയതും എനിക്കറിയാം. അതൊക്കെ അവര് പറയും. ആമ്പിള്ളേർ ആങ്ങളമാരെ കുഞ്ഞുമോൻ വന്ന് പറയും, ഞാൻ വേറെയും കുറെ പേരെയൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു. ചേച്ചിയുടെ ഇഷ്ടം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിടാ വിട്, പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അത് കാരണം ഇവർക്കാർക്കും ഒരു ITയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ എന്നാലും നമ്മൾ പറഞ്ഞു അവരൊക്കെ അങ്ങനെ പറഞ്ഞ് രക്ഷ കൊണ്ടുപോയതാണെന്നും ആ സ്നേഹം ഇപ്പോഴും ഞാനും തൊമ്മിയും ഇൻഡോറിനും ഭോപ്പാലിലേക്കും സെലക്ട് ചെയ്ത് ഒരേ ദിവസമാണ്. ഇപ്പം തൊമ്മി ഇൻഡോറിലേക്കും അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ തൊമ്മിയുടെ വീട്ടിൽ വരികയും അമ്മയും ഒക്കെ കണ്ടത്. അന്ന് മുതലുള്ള സ്നേഹം. ഞങ്ങൾ പോകുന്നുണ്ട് ഇൻഡോറിന് കേട്ടോ. ഈ ആഴ്ചയിൽ ഇൻഡോർ വരെ ഒന്ന് പോകുന്നുണ്ട്. കറക്കമല്ല, ഭോപ്പാലൊക്കെ പഴയ സ്ഥലങ്ങളൊക്കെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ. എല്ലാവരും പ്രായമായല്ലോ അമ്മമ്മ. യാത്ര എല്ലാവർക്കും എന്നും പറ്റില്ല. അപ്പം കിട്ടുന്ന ഒരു അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് പോകാൻ പറ്റുന്ന സമയത്ത് പോകുക. അതെ, ദൈവം കാക്കും. ദൈവം കൂടെ ഉണ്ട്. അതെ അതെ, അത് ദൈവം നമ്മുടെ കൂടെ വരും. അത്രേ ഉള്ളൂ. താങ്ക് യു അമ്മാമ്മേ. അമ്മാമ്മ പാട്ട് പാടുവോ? 2 ലൈൻ? ഇല്ല. എന്നാ ഒന്ന് പ്രാർത്ഥിക്കാവോ? 2 ലൈൻ?
കുരിശ് വരച്ചാൽ ആ വിശുദ്ധ കുരിശിൻ്റെ അടയാളക്കാരാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. മാതാവേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണ്, അങ്ങയുടെ രാജ്യം വരുന്നത്, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നു. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് വരണേ, ഞങ്ങളുടെ അടങ്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കുന്ന ഞങ്ങളെ പ്രലോഭനത്തിൽ കൊടുക്കരുത്, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല നടന്നു അറിയുമേലൊക്കെ സുസ്ഥിരത്താവസ്ഥയിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പരിശുദ്ധ പറയുന്നത്. തമ്പുരാന്റിയമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പിതാവിനെയും പുത്രനും പരിശുദ്ധാത്മാവിനെ